പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പമായി കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. ആമേൻ. ഇതിനു മുൻപേ ഒരു പ്രാവശ്യം ദൈവത്തിന്റെ വചനം ശക്തമായി ഘോഷിക്കുവാൻ കർത്താവിന്റെ ദാസി എന്നെ ക്ഷണിക്കുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ ദിവസം അവിചാരിതമായി സ്തോത്രം എന്നെ വിളിക്കുകയും എന്നോട് ഡേറ്റ് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് അതിനായിട്ടൊരു ഡേറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അത് കൊടുത്തായിരുന്നു. എന്നെ അതിനായി ക്ഷണിച്ച കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിക്ക് പ്രത്യേകമായി വന്ദനം അറിയിക്കുന്നു. ഇതിനകത്ത് അനേക കർത്താവിന്റെ ദാസന്മാരെയൊക്കെ കാണുന്നുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാരെ എല്ലാം കർത്താവ് അഭിഷേകത്തോടെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വന്ദനം ചൊല്ലുന്നു. നന്നായി വർഷിപ്പ് ലീഡ് ചെയ്യുവാനും ആരാധിപ്പാനും ഒക്കെ ദൈവമൊക്കെ നമുക്ക് കൃപ നൽകി ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിക്ക് വന്ദനം ചെയ്യുന്നു. ഇതിനകത്ത് ഉള്ള എല്ലാ കർത്താവിന്റെ ദാസിമാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഒരുമിച്ച് കർത്താവ് ആമേൻ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് വന്ദനം ചെല്ലുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ 2025 അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എല്ലാവരും പുറകോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പുറകോട്ട് നമ്മുടെ ജീവിതം കഴിഞ്ഞ 2025 ജനുവരി 1 മുതൽ ഈ ലാസ്റ്റ് ഡേ ഡിസംബർ 22 വരെ ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ച വഴികളെ ഓർക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നടത്തിയ വഴികൾ നമ്മളിവിടെ പാടി. കഴിവല്ല നിന്റെ ദയയാണ്, ബലമല്ല നിന്റെ കൃപയാണ്. ശബലഗതന വൈഡമന ഘടകസി അർദ്ധുനാരകൽഖന വൈഷപ്രവനാധിക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കൃപയും ആയതുകൊണ്ടാണ്, നമ്മുടെ മേൽ പൊതിഞ്ഞു നിർത്തിയത് കൊണ്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ വരാൻ ദൈവം ആയുസ് തന്നു, ആരോഗ്യം തന്നു. ഓർത്ത് സ്തോത്രം. എത്രയോ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ കടന്നുപോയി. സുവിശേഷ വിരോധികൾ ഇപ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഇച്ചിരി മുൻപേ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടി. യുപിയിലെ സ്തോത്രം നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ആരാധനയ്ക്ക് ഇന്നലെ നടന്ന സംഭവമാണ്. ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ ചെന്ന് അതിനെ കലക്കിക്കൊണ്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ജൈവിളിയും അവരുടെ നാമം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം. ഞാനത് പല പ്രയർ ഗ്രൂപ്പിലിട്ട് ഞാൻ പറഞ്ഞു, ശക്തമായി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ മനസ്സിനകത്ത് നീറിക്കൊണ്ട് വേദനപ്പെട്ടുകൊണ്ട് ഭയത്തോടെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഒത്തിരി പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ദേവദാസന്മാരൊക്കെ അതിനകത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ചങ്കു പടഞ്ഞുപോയി. ഞാൻ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, വിശ്വാസത്തിൽ അവരെ നിലനിർത്തുവാൻ. ദൈവക്കളെ നമ്മളെല്ലാം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയുടെ അതിരെല്ലാം ഒന്ന് വിസ്താരമാക്കണം. അധികമായി പ്രാർത്ഥനയുടെ വർധനവ് വർദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട ഈ കാലഘട്ടമാണ്. നാം സുബോധമുള്ളവരായിരിക്കാൻ, ഉണർന്നിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ അവസാന നിമിഷങ്ങളിലും ദൈവപാതിപത്യത്തിൽ പല ടൈം സോണുകളിൽ നമുക്കായിരിക്കാൻ ദൈവകൃപ നൽകിയ ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കളെ ഒരു ട്രെൻഡ് ഉള്ളതെന്നാ ചോദിച്ചാൽ, പെട്ടെന്ന് വരുന്ന രോഗങ്ങൾ, ഓർക്കാപ്പുറത്ത് വരുന്ന ചില സംഭവങ്ങൾ, മരണങ്ങൾ. രോഗിയായി കിടക്കുകയൊന്നുമല്ല, പോകുന്ന വഴിക്ക് യാത്ര ചെയ്യുന്ന ഇടങ്ങളില്, അതുപോലെ എവിടെ ആയിരിക്കുന്നോ അവിടെ, ചിലപ്പം വീട്ടിലായിരിക്കും ഒക്കെ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന രോഗങ്ങൾ, പാരലൈസ് ആകുക, ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആകുക, അതുപോലെ തന്നെ പെട്ടെന്ന് അറ്റാക്ക് വരിക, മരിക്കുക. ഇങ്ങനെയുള്ള ഒരു സംഭവം ഒരു പകർച്ചവ്യാധി പോലെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ക്യാൻസർ രോഗം പനി പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നാം ഭക്ഷിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു കർത്താവ് നമുക്ക് ദിനംതോറും ശുദ്ധീകരിച്ചു തരാൻ നമ്മൾ പ്രത്യേകമായ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ച് ഭക്ഷിക്കുന്ന ആഹാരത്തെ തൊട്ട് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ ആക്കി വെച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് ഈ കാലഘട്ടങ്ങളിൽ ഒരു ദിവസം കൂടെ നമുക്ക് ആയുസ് തന്നത് എന്തിനാ? അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ
സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ തിരുഹൃദയത്തിൽ ഇരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകളും പദ്ധതികളും ആമേൻ അത് നിറവേറുവാൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. ഫിലദെൽഫ്യയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുമുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല. ദൈവത്തിന് സ്തോത്രം. മക്കളെ, ആ അവസാനം വായിച്ചത് നാം വളരെ ശ്രദ്ധിക്കണം. നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കാൻ ഉള്ള കാലങ്ങളാ സംഭവിക്കുക. അവസാന നിമിഷം വരെയും വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു ഉപമയിൽ കൂടെ പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ നിന്ന് അനേകർ പിൻവലിഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്നവരൊക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിൽ നാം നിലനിൽക്കണം. കർത്താവിന്റെ നാമത്തെ നാം എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. വചനം കാക്കണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാ. അവസാന നിമിഷത്തിൽ വചനം നാം കാക്കണം. ദൈവത്തിന്റെ നാമം നിഷേധിക്കരുത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഫിലദെൽഫ്യ സഭയുടെ ദൂതൻ എഴുതുക എന്നാണ് തുടക്കുന്നത്. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും തമ്മിൽ സാമ്യമുണ്ട്. ദാനിയേൽ പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ അത് മേലാൽ സംഭവിപ്പാനുള്ളത് ദാനിയേലിന് ദൈവം കാണിച്ചു കൊടുത്ത വെളിപ്പാടുകളാണ് ദാനിയേൽ പ്രവചനത്തിലുള്ളത്. അത് മേലാൽ സംഭവിപ്പാനുള്ളത്. യഹോവയായ ദൈവം പറഞ്ഞു അത് മുദ്രയിട്ട് വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അത് വേഗത്തിൽ സംഭവിക്കേണ്ടതാ. അത് മുദ്ര ഇടരുതേ എന്നും പറഞ്ഞു. സ്തോത്രം. വേഗത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും തമ്മിൽ ബന്ധം ഒത്തിരി ഉണ്ട്. ദാനിയേൽ പ്രവചനം പഴയ നിയമത്തിൽ 27-ാമത്തെ പുസ്തകവും വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിൽ 27-ാമത്തെ പുസ്തകവുമാണ്. ഇത് രണ്ടും സാമ്യമുണ്ട്. ഒന്ന് മേലാൽ സംഭവിക്കാനുള്ളതും രണ്ടാമത്തേത് വെളിപ്പാട് പുസ്തകം വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ദാനിയേൽ പ്രവചനം പറയുന്നു അതിനെ മുദ്രയിടരുതെന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു അതിനെ മുദ്രയിടാൻ പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ മുദ്രയിടരുതെന്ന് പറയുന്നു. വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ടത് എന്താണ്? യോഹന്നാൻ കണ്ടത് പത്മോസ് ദ്വീപിൽ അവൻ നാടുകടത്തപ്പെട്ട യോഹന്നാൻ. പത്മോസ് ദ്വീപ് നമ്മളെ പോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊന്നും അല്ലത്. ഒറ്റ മനുഷ്യർ അവിടെ ജീവിച്ചിരിപ്പില്ല. കുറ്റവാളികളെ കൊണ്ടുപോയി കളയുന്ന, അവൻ ജീവിച്ചിരിക്കത്തില്ല, അവിടെ പോയവരാരും ജീവിച്ചിരിക്കത്തില്ല, കൊണ്ടുപോയി കളയുന്ന ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. ആ പത്മോസ് ദ്വീപിൽ ക്രിസ്തുവിന്റെ നാമനിമിത്തം ആമേൻ യോഹന്നാനെ കൊണ്ടുവന്ന് നാടുകടത്തി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരിക്കുമ്പോൾ ആരുമില്ല, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, കൂടെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല, തന്റെ വേദനകൾ ഒന്ന് പങ്കുവെക്കുവാൻ ആരുമില്ല, ഒന്ന് പ്രാർത്ഥിക്കാനോ പാടാനോ കൂടെ പാടാൻ ആരുമില്ല. സ്തോത്രം. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം അവൻ കർത്തൃദിവസത്തിൽ താൻ ആത്മവ്യവശനായി. കർത്തൃദിവസത്തിൽ ആത്മവ്യവശനായപ്പോൾ നോക്കണേ, അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കും. ആരാധിക്കുന്ന ദൈവമക്കൾ എവിടെയായിരുന്നാലും ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്മോസിൽ ഒറ്റയ്ക്ക് ആത്മവിവശനായി അവിടെ ദൈവത്തിന്റെ ആമേൻ ആ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വ്യക്തമായി കാണിക്കുന്നതാണ് 1-ാം അധ്യായം എന്ന് പറയുന്നത്. 2-3 അധ്യായങ്ങൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഇപ്പോഴുള്ളത്. കാരണം 7 സഭകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ സഭകളിൽ ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുകയാ. ഓരോ സഭകളിൽ നടന്നത് അതിപ്പോഴത് നടന്നുകൊണ്ടിരിക്കുകയാ.
സ്തോത്രം. അതിന്റെ നിവർത്തി വന്നുകൊണ്ടിരിക്കുക ഇപ്പോഴുള്ളത്. അടുത്തത് 4 മുതൽ 22 വരെയുള്ള അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നു ആമേൻ വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദത്തോടുകൂടെ 4-ാം അധ്യായം അവിടെ ആരംഭിക്കുകയാ. വെളിപ്പാട് പുസ്തകം നമുക്ക് എപ്പോഴും, ഞാൻ എന്റെ ചെറുപ്പകാലത്ത് വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ഭയങ്കര പേടിയായിരുന്നു. കുഞ്ഞിലെ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് 7-8 വയസ്സുള്ളപ്പോ, 8 വയസ്സിലൊക്കെ രക്ഷിക്കപ്പെട്ടതാ. 9-ാം വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. 10-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട വ്യക്തിയാ. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതലേ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ ദാസിയാ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, 8-ാം വയസ്സിലും 9-ാം വയസ്സിലും ഒക്കെ വെളിപ്പാട് പുസ്തകം ഞാൻ വായിക്കത്തില്ല. പുസ്തകം പിന്നെ ബൈബിളൊക്കെ സൺഡേ സ്കൂളിന് കിട്ടിയാൽ അത് പൂട്ടി വെക്കും. കാരണം അത് ചെളിയാകാതിരിക്കാൻ, ആരും തൊടാതിരിക്കാൻ എന്ത് ചെയ്യാന്നറിയാമോ, അത് പൂട്ടി വെക്കും. സ്തോത്രം. ആർക്കും കൊടുക്കത്തില്ല. കാരണം അത് സൺഡേ സ്കൂളിന് പോകുമ്പോൾ മാത്രമേ എടുത്തോണ്ട് പോകത്തുള്ളൂ. പിന്നെ അത് വായിക്കാനാണോ നമുക്കത് ഉപയോഗിക്കാനാണോ അതൊന്നും എനിക്കറിയില്ല. ആ സമയത്തില് സ്തോത്രം ഒരു കർത്താവിന്റെ ദാസി, നല്ല വെളിപ്പാടുള്ള ഒരു ദൈവദാസി വീട്ടിൽ വന്നപ്പോൾ വെളിപ്പാട് പുസ്തകത്തില് ഏത് അധ്യായം എന്ന് എനിക്ക് തോന്നുന്നില്ല, 6-ഓ 7-ഓ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അപ്പല്ലുവോൻ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അപ്പല്ലുവോൻ എന്ന് പറയുന്ന ഒരു പൈശാചികമായ ഒരു വെളിപ്പാട് കണ്ടത് സ്തോത്രം യോഹന്നാൻ കണ്ട അതിന്റെ പേര് നിങ്ങളത് വായിച്ചോ? എനിക്കത് പറയാൻ സമയമില്ല. അപ്പോൾ ആ വെളിപ്പാട് കണ്ടതും അതിന്റെ രൂപവും ഈ കർത്താവിന്റെ ദാസിയെ ദൈവം കാണിച്ചു കൊടുത്തത് അത് വീട്ടിൽ വന്ന് വിവരിച്ചപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിക്കത്തേ ഇല്ലായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇന്ന് അത് വായിക്കാനും പഠിക്കാനും ഒക്കെ ഭയങ്കര എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ആമേൻ, ഓരോ പുസ്തകങ്ങൾ ഇപ്പോഴുള്ള സഭകളിൽ ഉള്ളത് എന്ന് വെച്ചാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 2-3 അധ്യായത്തില് ഓരോ സഭകളെ കുറിച്ച് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ദൈവം യേശു കർത്താവ് യോഹന്നാന് എങ്ങനെയൊക്കെ വെളിപ്പെട്ടോ, ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് യേശു കർത്താവ് ആരാണെന്ന് വ്യക്തമായി രൂപപ്പെടുത്തുന്ന കർത്താവിന്റെ അധികാരത്തോടുകൂടെ ഓരോ സഭയോടും ഇടപെടുകയാണ്. എനിക്ക് അത് ഓരോന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ വാക്യത്തിൽ വായിച്ച ഫിലദൽഫിയ സഭ, ആ ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത് സഹോദര സ്നേഹം എന്ന് പറയുന്നു. സഹോദര സ്നേഹം ഇപ്പൊ നമുക്കുണ്ടോ? അനേകരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുകയാ. ഇത് ദുർഘട സമയമാ, ഇത് അന്ത്യകാലമാ. സ്നേഹമെന്ന് പറയുന്നത് ഇല്ല. സ്തോത്രം. വീടുകളിലില്ല, സഭകളിലില്ല സഹോദര സ്നേഹം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ 7 സഭകൾക്കും എഴുതുമ്പോൾ പ്രത്യേകം ദൂതുകൾ പറയുക, പ്രത്യേകമായി ദൈവം പറയുന്നു വിശുദ്ധനും സത്യവാനുമായവൻ. ദൈവത്തിന്റെ പ്രത്യേകതയാണ്, യേശുവിന്റെ പ്രത്യേകത, ദൈവത്വത്തിന്റെ പ്രത്യേകത. അവിടെ പറയുന്നു വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി. ആമേൻ. താക്കോൽ എന്തിനാ കാണിക്കുന്നത്? ദൈവം വിശുദ്ധനും സത്യവാനുമാണെന്ന് ഫിലദൽഫിയ സഭയോട് വ്യക്തമായി അരുളി ചെയ്യുകയാ. ഇന്ന് നമ്മളോടും വിളിച്ചു പറയുകയാ, ആമേൻ, ഞാൻ വിശുദ്ധനും സത്യവാനുമാണ്. അതുകൊണ്ട് ദൈവത്തിലെ നാം ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ സത്യമുണ്ടായിരിക്കണം. സത്യം ചെയ്താലും ഛേദം വന്നാലും മാറാത്തവൻ എല്ലാ സമയവും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി കർത്താവ് പറയുന്നു, സത്യം എന്താണ്? ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് യേശു കർത്താവ് അവിടെ ആരംഭിച്ചതാ. ഇവിടെയും വിളിച്ചു പറയുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ഭാഗം മറയ്ക്കാതെ വണ്ണം മത്തായിയുടെ സുവിശേഷം നമുക്ക് ഒന്നെടുക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തില് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ആമേൻ. 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. സ്തോത്രം. പത്രോസിനോട് പറയുന്നു, പത്രോസേ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്തോത്രം. നീ പത്രോസ് ആകുന്നു എന്ന് പറഞ്ഞാൽ നീ ഒരു പാറക്കഷ്ണമാകുന്നു, നീ ഒരു പെട്രോസ് ആണ്. ഹല്ലേലൂയ. ഒരു പെട്ര എന്ന് പറയുന്ന പാറ എന്ന് പറയും, വൻപാറ, പെട്രോസ്. ആമേൻ. എന്ന് പറഞ്ഞാൽ പാറക്കഷണം. പറയുന്നു നീ പത്രോസ് ആകുന്നു. സ്തോത്രം. എന്ന് പറയുമ്പോൾ ഈ പാറമേൽ
പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഏത്? പെട്ര ആയിരിക്കുന്ന വൻ പാറയാകുന്ന എന്നിൽ, ആമേൻ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഇന്ന് കർത്താവ് സഭയെ പണിതുകൊണ്ടിരിക്കുകയാ. ആമേൻ, പണിതുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധാത്മാ പണിയുകയാ. യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയെ പണിതുകൊണ്ടിരിക്കുക. 1-ാം നൂറ്റാണ്ട് മുതൽ പണിതുകൊണ്ടിരിക്കുകയാ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. പക്ഷേ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നമുക്ക് തരുന്ന ഉറപ്പാകട്ടോ, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ആമേൻ. നാം പല ദേശത്ത് പല രാജ്യങ്ങളുമാണെങ്കിലും നാം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ, ദൈവകൃപ പ്രാപിക്കുന്നവരാ. കർത്താവ് പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പ് തരികയാ. ഉപവസിക്കുന്ന ദൈവത്തിലെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കാതെ വണ്ണം കർത്താവ് തന്റെ സഭയെ പണിയും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക്. ഇതാരാ പറയുന്നത്? ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ വിളിച്ചു പറയുകയാ, സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു. മക്കളെ ശ്രദ്ധിക്കണേ, താക്കോൽ എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ ചിഹ്നമാ. അധികാരത്തിന്റെ ചിഹ്നം. യേശുക്രിസ്തു സകലത്തിന്റെയും പരമ അധികാരിയാ. അതുകൊണ്ടാ പറഞ്ഞ ദാവീദിന്റെ താക്കോലുള്ളവൻ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ദൈവമക്കളെ നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് അത് സ്വർഗമല്ല. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി താക്കോൽ കൊണ്ട് തുറക്കുന്ന അല്ല സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത്, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗ രാജ്യം എന്ന് പറയുമ്പോൾ അത് സ്വർഗമല്ല. പിന്നെ എന്താണ്? ഭൂമിയിലെ ദൈവസഭയെയാണ് പറയുന്നത്. ഭൂമിയിലെ ദൈവസഭയെ. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും. എന്നിട്ട് പറഞ്ഞു, നമുക്കറിയാം അവിടെ ആ ഭാഗത്ത് കാണുന്നുണ്ട്, ആമേൻ, നീ പത്രോസാകുന്ന ഈ പാറമേൽ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും എന്ത് ചെയ്യും? ആമേൻ, സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ദൈവമക്കളെ, നമ്മളോട് വളരെ ദൂതാ കേട്ടോ. പ്രാർത്ഥനയുടെ, ഞാനത് വ്യക്തമാക്കാം, പിന്നീട് അത് വിശദീകരിക്കാം. ഈ താക്കോല് നമുക്കും കൂടെ കർത്താവ് തന്നിട്ടുണ്ട്. നാം ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും എന്ത് ചെയ്യും? സ്വർഗത്തിൽ കെട്ടിരിക്കും. നാം ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അത് അഴിഞ്ഞിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, ആമേൻ, സ്തോത്രം. വ്യക്തിപരമായി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം, നാം ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും, ആത്മാവിൽ കെട്ടുന്നത്, സ്തോത്രം, അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. കർത്താവ് വ്യക്തമായി അരുളി ചെയ്യുകയാ. സ്വർഗത്തിലെ ദൈവം പറയുന്നു, അത് കെട്ടപ്പെട്ടിരിക്കും. സ്വർഗത്തിൽ അഴിക്കുന്നത്, ആമേൻ, നാം അത് ഭൂമിയിൽ അഴിഞ്ഞിരിക്കും. അത് കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത്, ഭൂമിയിലുള്ളവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാ കർത്താവ് നമുക്ക്, ആമേൻ, താക്കോല് കൈ തന്നിരിക്കുന്നത്. പത്രോസിന്റെ കയ്യിൽ കൊടുത്തു, താക്കോല് കൈ കൊടുത്തു. സ്വർഗമല്ല, ഏതാ? ഭൂമിയിലെ ദൈവസഭയാ. പത്രോസ്, ആമേൻ, ശിഷ്യന്മാരും ഒക്കെ, ആമേൻ, മർക്കോസിന്റെ മാളിക മുറിയില് അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മ നിറഞ്ഞവരായി ഭൂമിയിലൊക്കെ ചെതറി അവർ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാ. പക്ഷെ അവർക്കൊരു കാര്യമുണ്ട്, അവർ യഹൂദന്മാരോട് മാത്രമേ പറയത്തുള്ളൂ. മറ്റവരൊക്കെ അവഗണനയാക്കി മാറ്റി വെച്ചിരിക്കുകയാ. എന്നാൽ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്, സ്തെഫാനോസിന്റെ, നമുക്കറിയാം, പത്രോസ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ 120 പേര് കഴിഞ്ഞ് പിന്നെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാ രക്ഷിക്കപ്പെട്ടത്. പിന്നെ അടുത്തതിൽ 5000 പേരാ. പിന്നെ ഓരോരുത്തരും സുവിശേഷം അറിയിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു എന്ന് വായിക്കുന്നു. സ്തെഫാനോസിന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്തു? ആമേൻ, ഈ ശിഷ്യന്മാർ 4 ഭാഗത്തും, ഭൂമിയുടെ എല്ലാ ഭാഗത്തും ചിതറി. അവിടെ ചെന്നിടം മുഴുവനും എന്ത് ചെയ്തു? സുവിശേഷം പ്രചരിപ്പിച്ചു. ജാതികൾക്ക് വേണ്ടി, ജാതികൾ അതിനകത്ത്, യഹൂദന്മാരല്ലാതെ ജാതികളും അതിനകത്ത് പ്രവേശിക്കാൻ തുടങ്ങി. അതിനാ താക്കോൽ ഏൽപ്പിച്ചത്. അതിനാ ദൈവമക്കളെ താക്കോൽ ഏൽപ്പിച്ചത്. നമ്മെ ഏൽപ്പിച്ചത് അതാണ്. സ്തോത്രം. നാമും എമ്മയും ഒരു താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. നാമും പണിയാൻ വേണ്ടി, പ്രൈസ് ദി ലോർഡ്, അനേകരെ ഇതിനകത്തേക്ക് ചേർക്കുവാൻ വേണ്ടി, സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് പറഞ്ഞു, ആമേൻ, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ എല്ലായിടും എന്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്.
അവിടെയെല്ലാം നമ്മൾ അടങ്ങിയിരിക്കുവാനുള്ളവരല്ല. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16, 18 വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, പിന്നെയോ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? പോയി ഫലം കായ്ക്കുവാൻ. പോയി ഫലം കായ്ക്കുവാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പോകണം, ഇവിടുന്ന് നമ്മൾ ഇറങ്ങണം, നമ്മൾ യാത്ര ചെയ്യണം, അരമുറുക്കണം, ചെരുപ്പിടണം, കർത്താവിന്റെ ശബ്ദത്തിന് പിന്നാലെ നാം പോകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഭൂമിയിലെ സ്തോത്രം, ഇതൊക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ആമേൻ, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവരുമായി ഉള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും, സ്തോത്രം, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിയുന്ന ഒരുവനുണ്ട് നമുക്ക്. സ്തോത്രം. ഒരുവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവരും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മിക ഭൗതികമായ ജീവിതത്തിൽ നമ്മുടെ വഴികളൊക്കെ ചിലപ്പോൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥയാ. പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ മറുപടിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ശത്രു പലപ്പോഴും അടച്ച വാതിലുകളെ, ആമേൻ, ചില പതിയിരിപ്പ് ശക്തികൾ നമ്മുടെ നന്മയെ, ആത്മിക ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, നമ്മളെ ഞെരുക്കുന്നതായ ചില പോരുകൾ, ആമേൻ, ഹല്ലേലൂയ. യോസഫ് ഫലപ്രദമായ വൃക്ഷം, അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടർന്നു കിടക്കുന്നു. ഞാൻ പറഞ്ഞത്, അതിനെ ഞെരുക്കുന്ന, അതിനെ വളരാൻ കഴിയാതെ വണ്ണം ഞെരുക്കുന്നതായ ചില മതിലുകൾ, ചില പോരുകൾ, പ്രൈസുകൾ അടച്ചു വെക്കുന്നത്. സ്തോത്രം. അത് തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിനെ തുറക്കുന്ന ദൈവമാ. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്തു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവര് ചെങ്കടലിലെത്തി. സ്തോത്രം. നമുക്ക് അതിന്റെ ഭാഗങ്ങളൊക്കെ അറിയാം. ചോരത്തളി ഏറ്റ് പെസഹ ആചരിച്ച് ഒറ്റ രാത്രി കൊണ്ട് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരികയാ. അവര് ചെങ്കടലിന്റെ അവിടെ എത്തി. അവിടെ വരുന്നവരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചെങ്കടല, വഴിയില്ല. വഴി എവിടെ പോയി? വഴിയില്ല. എങ്ങോട്ട് പോകും? ഇരു സൈഡുകളിൽ നോക്കിയാൽ, ആമേൻ, പർവ്വത നിരകളാ. പിറകിലോട്ട് നോക്കിയാൽ, ആമേൻ, ഫറവോന് സൈന്യം വരികയാ. ഇവരെ പിടിച്ചു കൊണ്ടുപോകാൻ വരികയാ. ആമേൻ, ഹല്ലേലൂയ. അഗ്നിസ്തംഭമായ ദൈവം, ആമേൻ, പുറകിൽ നിന്നുകൊണ്ട് അവരെ കാത്തു. ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിക്കാൻ, തന്നെത്താൻ പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങളെ കൊല്ലുവാനാണോ കൊണ്ടുവന്നേ? ഞങ്ങളെ വഴിക്ക് വെച്ച് കൊല്ലുവാനാണോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചും, ഹല്ലേലൂയ, പരാതി പറഞ്ഞും മോശയുടെ മേശയുടെ അടുക്കൽ നിന്നുകൊണ്ട് കരയുന്ന ഒരു കൂട്ടം ജനം ഭയപ്പെടുകയാ. പുറകോട്ട് പോയിക്കിടാ. ഞങ്ങളെ എന്തിനാ മുന്നോട്ട് കൊണ്ടുവന്നത്? ഞങ്ങളെ എന്തിനാ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്? അവിടെ എല്ലാം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത്? മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചെങ്കടല കണ്ടാൽ ഭയപ്പെടുന്നതാ, ഭയപ്പെടുത്തുന്ന ചെങ്കടല. അവിടെ വഴിയില്ല. രണ്ട് സൈഡിലും മഹാപർവ്വതമായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ജനം മോശയുടെ അടുക്കൽ നിലവിളിക്കുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. അവിടെ നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മോശേ, ഹല്ലേലൂയ, നീ എന്തിനു നിലവിളിക്കുന്നു? നീ എന്തിനാ നിലവിളിക്കുന്നത്? ആമേൻ. ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഇനി കാണുകയില്ല. നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ഉറച്ചു നിൽപ്പീൻ. ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആരാ പറഞ്ഞേ? ആമേൻ. വാതിലുകൾ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. അപ്പോൾ ഭയപ്പെടേണ്ടെന്ന് ഒരാൾ പറഞ്ഞെങ്കിൽ അതിനപ്പുറമായി ചെയ്യാൻ കഴിവുള്ളവനെ മാത്രമേ ഭയപ്പെടേണ്ട എന്ന് പറയാൻ കഴിയത്തുള്ളൂ. നമുക്കൊക്കെ പറയാം, പോട്ടെ പോട്ടെ, സാരമില്ല സാരമില്ല എന്നൊക്കെ പറയാം. നമുക്ക് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വാട്ടിന് പോകും. ഹല്ലേലൂയ. അനുഭവിക്കുന്നവർ അനുഭവിക്കും. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയാം, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അതിനാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ജനം മോശയെ തല്ലിക്കൊല്ലാൻ വരികയാ, അലറി വിളിച്ചു കൊണ്ടുവരികയാ. എന്നിട്ടും ദൈവം പറയുന്നു, നീ ഉറച്ചു നിൽക്കേ, ഭയപ്പെടേണ്ട. ആമേൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന
രക്ഷ കണ്ടുകൊള്ളുവീൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ചില വ്യക്തികളോട് ഇടപെടുകയാ ഇന്ന് 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 ഈ രാത്രിയിൽ തന്റെ ജനത്തിന് തരേണ്ടതായ ചില നന്മകൾ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. അടമനഗതുന വൈഡപ്രഭനാധികാരകൽഖനാധികരഘടകസേ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നിന്ദിക്കുന്നവർ കണ്ടിലജിക്കുവാൻ, നിങ്ങളെ പരിഹസിക്കുന്നവർ കണ്ടിലജിക്കുന്ന രക്ഷത്തക്കവണ്ണം നന്മയ്ക്കായി ഒരു അടയാളം ഇന്ന് ഇന്ന് ഇന്ന്, നാളെയല്ല കേട്ടോ, നാളെയല്ല ഇന്ന് സ്തോത്രം. ഇന്ന് ഈ വർഷത്തിന്റെ ഡിസംബർ 22 ഇന്ന് നമുക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോടാ പറയാനുള്ളത്, ആരാധിക്കുന്നവരോടാ പറയുന്നത്, ഉപവസിക്കുന്ന ദൈവത്തിനോടാ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ, അടുത്ത് പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണത്തില്ല. ഇവിടെ പുറകിൽ അലറിക്കൊണ്ട് വരികയാ. പുറകിൽ ആമേൻ ഹല്ലേലൂയ രഥങ്ങളുമായി അവരെ പിടിച്ചുകൊണ്ട് വരുവാൻ ഒരു മഹാസൈന്യം, ഫറവോന്റെ സൈന്യം പുറകിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാ. ഇതിനിടയ്ക്ക് ജനം നിലവിളിക്കുക, അവരുടെ വരവ് കണ്ടുകൊണ്ട് നിലവിളിക്കുമ്പം പറയുക, ഭയപ്പെടേണ്ട, ഇന്ന് രക്ഷ, ഇന്ന് 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 വരുത്തുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുക. ഹല്ലേലൂയ. പറയുന്നത് ഹല്ലേലൂയ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാള് കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ആമേൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. നിങ്ങൾ അലറാതിരിക്കെ, നിങ്ങൾ കരയാതിരിക്കെ, നിങ്ങൾ തമ്മിൽ പെറുപെറുക്കാതിരിക്കെ, നിങ്ങൾ വിഷമിക്കാതിരിക്കെ, നിങ്ങളുടെ മനം കലങ്ങാതിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന്റെ പൈതലേ സ്തോത്രം. ഈ 2025 അവസാന നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുകയാ. ആമേൻ. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. നമ്മുടെ കർത്താവ് യുദ്ധവീരനായ യഹോവയാ. ഹല്ലേലൂയ. സ്തോത്രം. യുദ്ധവീരനായ യഹോവ പറയുന്നു, മിണ്ടാതിരിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം. മോശയോട് പറയുന്നു, മോശേ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്തുവാ? ആമേൻ. വടിയാ. ഈ വടി മോശ കയ്യിലിരുന്ന വടി, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ കയ്യിലിരുന്ന വടിയാ. അപ്പം മോശയെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോ ഇങ്ങനൊരു കാര്യവും കൂടെ പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയും കൂടെ എടുത്തോളാൻ പറഞ്ഞു. എവിടാ? ഫറവോന്റെ മുൻപിൽ പോയി അത്ഭുതങ്ങൾ കാണിക്കുവാൻ. അത് അത്ഭുതങ്ങൾ കാണിച്ചതാ, അത് ദൈവത്തിന്റെ വടിയായി അങ്ങ് മാറി. സ്തോത്ര. ദൈവമക്കളെ, ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വടിയായി നമ്മൾ മാറട്ടെ. സ്തോത്രം. ഇനി ഈ കാലഘട്ടങ്ങളിൽ, ഈ നിമിഷത്തില്, അന്ത്യകാലത്ത് ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. എത്ര പേർ കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയും? കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്നു. മോശയുടെ വടിയെ ഉപയോഗിച്ചതുപോലെ എന്നെയും ഉപയോഗിക്കണമേ. അത് ദൈവത്തിന്റെ വടിയായി മാറി. മോശയോട് പറഞ്ഞു, മോശേ, നീ ഒരു കാര്യം ചെയ്, ആ വടി നീട്ട്. ചെങ്കടലിന്റെ മേൽ നീട്ട്. സ്തോത്രം. മോശ ചെങ്കടലിന് മേൽ നീട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയിൽ എന്ത് ചെയ്തു? ഒറ്റ രാത്രി കൊണ്ട് ഒരു വലിയ കിഴക്കൻ കാറ്റങ്ങോട്ട് അടുപ്പിച്ചു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു. ഹല്ലേലൂയ. ചെങ്കടലിന്റെ നടുവിൽ കൂടെ, ഉണങ്ങിയ നിലത്തൂടെ വീണ്ടെടുക്കപ്പെട്ട ജനം കടന്നുപോയി. ചുടമനഹതരതികലകരക. നോക്കണേ, വഴിയില്ലാത്തിടത്താണ് വഴി വന്നത്. ചെങ്കടൽ കണ്ടാൽ ഭയപ്പെടുന്നതാ. ദൈവം അവിടെ വഴി ഒരുക്കി കൊടുത്തു. ഒരു വലിയ കിഴക്കൻ കാറ്റടിപ്പിച്ച് ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ എത്തിച്ചു. എൽസി ഷാജിനെ ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ മുൻപിൽ വഴി അടഞ്ഞുപോയ പല ഇടങ്ങളിലും നീ പലപ്പോഴും നിലവിളിച്ചപ്പോഴും വഴിയില്ലയോ എന്ന് ചോദിച്ച സ്ഥാനത്ത് ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ഒരു പുതുവഴി ഉണ്ട് എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാ. നിന്റെ വിശ്വാസത്തിന്റെ വടി ഒന്ന് നീട്ടാൻ പറ്റുമോ? നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. റബലഗതുനിവിഗന വൈഷപ്രവനാദിയ അന്തൽകരഗക്ഷസി അർത്ഥപ്രവനാധുരജല വൈഷമനഗടഗസ്യ. വിശ്വാസത്തോടെ നിന്റെ കരം ഒന്ന് നീട്ടാൻ കഴിയുമോ? നിനക്ക് വേണ്ടി ചില വഴികൾ തുറന്നു വരികയാ, ചില നന്മയുടെ വഴികൾ തുറന്നു വരികയാ. നിന്നെ നിന്ദിച്ചവിടെ മുന്നില്, നിന്നെ കരയിപ്പിച്ചവിടെ മുന്നില് നീ അത് ചിരിക്കുവാൻ പോകുകയാ. നിന്റെ ഹൃദയം സന്തോഷിക്കാൻ പോകുകയാ. ഏൽപ്പിച്ചു കൊടുക്ക. ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു.
അക്കരയെത്തി വഴിയില്ലാത്തടത്ത് വഴി വരുക്കുന്ന ദൈവം. സ്തോത്രം. നമുക്ക് സക്കറിയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ആലയം പണിയാൻ കഴിയാതെ വണ്ണം സക്കറിയ പുരോഹിതൻ വളരെ ആമേൻ സ്തോത്രം വിഷമിച്ച് യോശുവായും സക്കറിയായും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട്, ആമേൻ സക്കറിയ പ്രവചനത്തിൽ പറയുന്നുണ്ട്, സെരുബാബേലിന്റെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, സെരുബാബേലിന്റെ യഹോവ അരുളി ചെയ്യുന്നു. എന്താ? സക്കറിയ പ്രവചനം എടുത്താട്ടെ. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. അവിടെ പറഞ്ഞ സൈന്യത്താലെ അല്ല, ശക്തിയാലുമല്ല സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുക. എന്ന കാര്യം? ആലയം പണിയാൻ തടസ്സമായി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ആലയം പണിയാൻ ആമേൻ ആമേൻ ഏൽപ്പിക്കപ്പെട്ടവർ, നിയോഗമുള്ളവർ ആമേൻ നാളുകളായി അതിനു വേണ്ടി കാത്തിരിക്കുകയാ. പക്ഷേ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ, തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. സെരുബാബേലിനോട് പറഞ്ഞു, സെരുബാബേലേ സൈന്യത്താലെ അല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്താൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് സൈന്യത്താലെ അല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയാകും. വിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ആത്മീക ജീവിതത്തില്, നമ്മുടെ ഭൗമികമായ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തില് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന മഹാപർവ്വതം പോലെ നിൽക്കുന്ന ചില പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് നീ ആർ എന്ന് ചോദിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം. അധികാരമുണ്ടോ? അഭിഷക്തരായ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, ദൈവം നമുക്ക് ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. ചിലതിനോട് കൽപ്പിക്കുവാനുള്ള അധികാരം, മാറി നിൽക്കാൻ പറയാനുള്ള അധികാരം. ഹല്ലേലൂയ. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. ആ അധികാരം എവിടുന്ന് കിട്ടി? ഒരു ദൈവ പൈതലിന്, അഭിഷക്തരായ ദൈവ പൈതലിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു അഭിഷേകമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവ പൈതലിന് ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെന്നർത്ഥം. സ്തോത്രം. നമുക്ക് പേടിയാ. സ്തോത്രം. നമുക്ക് കൽപ്പിക്കാൻ പേടിയാ. മാറിയില്ലെങ്കിലോ സംശയമാ. ദൈവമക്കളെ, ഈ സംശയത്തെ ഒക്കെ എടുത്തു മാറ്റിക്കൊണ്ട് സെരുബാബേലിനോട് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുകയാ. ഹല്ലേലൂയ. നിന്റെ സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. ആരാ വിളിച്ചു പറയുന്നത്? സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു. ആമേൻ. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. നീ സമഭൂമിയാകും. സ്തോത്രം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? കൃപ എന്ന ആണിക്കല്ല് കയറ്റും എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആലയം പണി കഴിഞ്ഞിട്ട് അതിനൊരു സ്റ്റോപ്പ് സ്റ്റോൺ ഉണ്ട്. ആമേൻ. അത് മുകളിൽ വെക്കും. സ്തോത്രം. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചകളിലൊന്നുമില്ല. അവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ ചർച്ച് പണിത് കഴിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് ഒരു സ്റ്റോൺ അവിടെ വെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ പണി തീർന്നെന്നർത്ഥം. അതുപോലെ കൃപ എന്ന് പറഞ്ഞ് അതിനെ ഹല്ലേലൂയ ഒരു ആണിക്കല്ല് കയറ്റുന്ന ഒരു ദിവസം മുൻപിലുണ്ട്. ദൈവമക്കളെ, ഈ അന്ത്യകാലത്ത്, ഈ 2025 തീരുന്ന സമയത്ത്, കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രാർത്ഥിച്ച് നിലവിളിച്ച വിഷയത്തിന്റെ നടുവിൽ ആമേൻ കർത്താവ് പറയുകയാ, കൃപ എന്ന് പറഞ്ഞ് ആണിക്കല്ല് കയറ്റുന്ന ഒരു ദിനമുണ്ട്. നീ കരയുന്നതിനൊരു മറുപടി ഉണ്ട്. അതിനൊരു വിരാമമിട്ടുകൊണ്ട് സ്തോത്രം, ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, ആമേൻ, കർത്താവിന്റെ ദാസ്യമാരെ, ദൈവദാസന്മാരെ, നമ്മുടെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാ. ആമേൻ. ചില ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആമേൻ നാളുകളായി നിലവിളിക്കുന്ന ദൈവ പൈതലേ സ്തോത്രം. ആത്മികമായി മുന്നേറാൻ കഴിയുന്നില്ല, ഭൗമികമായി ഉയരാൻ കഴിയുന്നില്ല, തലമുറകൾക്കൊരു വഴി ഒരുങ്ങാൻ കഴിയുന്നില്ല. എല്ലാം തടസ്സം. ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ, സെരുബാബേലിനോട് പറഞ്ഞതുപോലെ ദൈവാത്മാ പറയുകയാ, സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ.
നീ സമഭൂമിയാകും. എത്ര പേർക്ക് വ്യക്തമായി പറയാൻ കഴിയും? എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? എത്ര പേർക്ക് ഹല്ലേലൂയ സ്തോത്രം ആത്മനിറവിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വിഷയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അർത്ഥപ്രവനാധികാരകൽക്കന ആമേൻ ബിജോയ് എന്ന് പറയുന്ന കർത്തൃദാസനെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഇതേ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. സൈന്യത്താലെ അല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. സെരുബാബന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീയാർ, നീ സമഭൂമിയാകും. കൃപ എന്ന ആണിക്കല്ല് കയറ്റുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ആമേൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് വിരാമമിട്ടുകൊണ്ട് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് വരെ അടമനഗതന വൈഡപ്രവനാധികാരക സൈന്യങ്ങളുടെ യഹോവ നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിന്റെ മുൻപിൽ ഒരു വഴി തുറന്നിരിക്കുകയാ. ഹല്ലേലൂയ. ഒരു പുതിയ അനുഭവത്തിലേക്ക് പുതുവർഷത്തിൽ ആരംഭിക്കാൻ പോകുകയാ. പുതുവഴിയിൽ കൂടെ കടക്കാൻ പോകുകയാ. നീ ഉദ്ദേശിക്കുന്നതിനപ്പുറമായി ആമേൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തംബരമായി. ആമേൻ സ്തോത്രം. ദൈവം ശക്തമായ നിലയിൽ ആമേൻ ചില തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട്, ആമേൻ ചില നിന്ദകളും പരിഹാസങ്ങളും ചില തടസ്സങ്ങൾ വന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെട്ട് നിലവിളിച്ച ദൈവത്തിന്റെ ദാസനെ ആമേൻ ചുടമനഗത രാത്രിയുടെ യാമത്തില് ആമേൻ ഇരുന്ന് നിലവിളിച്ചു. എങ്ങനെ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് ആമേൻ ദൈവസനെ നിലവിളിച്ച ഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് അരുളി ചെയ്യുകയാ. ആമേൻ ശബന സൈന്യത്താലെ അല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. ആമേൻ ഇതിനൊരു ഒരു അറുതി വരുത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ എന്റെ ദൂതനെ അയക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് അറിയിക്കുകയാണ്. ആമേൻ ഭയപ്പെടേണ്ട. ആമേൻ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കും. നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ശബനഗതന അതനജനഘടക സൈഡപ്രവന ധരച്ചരാധികാരകം അടമനഗ ആമേൻ കരഞ്ഞതിനൊക്കെ ഒരു മറുപടി ഉണ്ട്. തുരുത്തിയിലാക്കി വെച്ച മറുപടി ഉണ്ട്. ആമേൻ പ്രവർത്തിക്കുന്നവൻ കൂടെയുണ്ട്. വിഷമിക്കണ്ട. നിന്റെ കുടുംബത്തിൽ തന്നെ അവിടുന്ന് ആരംഭിക്കും. നീ നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ അതിനൊരു വലിയ വിശാലത. ആമേൻ ഒരു വലിയ വിശാലത. ഹല്ലേലൂയ ശബന ഹത്തനാദികൽക്കന വൈഡമനഘടകസ്യ അർദ്ധുനാരകൽക്കന ആമേൻ 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 രക്തത്താൽ ജയം എടുക്കുകയാ. ഒരു വലിയ വിശാലത മുൻപിലുണ്ടെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ആമേൻ നീ ഉദ്ദേശിച്ചതിനപ്പുറമായി ആമേൻ ഞാൻ ഇതിന് അപ്രാപ്യാണ്, ഞാൻ ഇതിന് യോഗ്യനല്ല എന്ന് പറയുന്ന ആമേൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കവിണ് വീഴുന്ന ഒരു ദിനമുണ്ടെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഭയപ്പെടേണ്ട. നിന്റെ വിചാരങ്ങള് ആമേൻ അല്ല, എന്റെ വഴികൾ നിന്റേത് അല്ല. ആമേൻ അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആമേൻ എന്റെ വചനം ആമേൻ ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. ആമേൻ ഹാലൽ വിശ്വസിക്കേ ശബനഗതന വൈഡമനഘടകസി അന്ധുൽക്കമാന ഘടകസേരിയ വിശ്വസിക്കുക. ഹല്ലേലൂയ. ബിന്ദു ആമേൻ കർത്താവിന്റെ ദാസി വിശ്വസിക്കേ. ചില വഴികൾ നിന്റെ മുൻപിൽ ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. തടഞ്ഞു വെച്ചത് തുറക്കാൻ പോകുകയാ. ചില പതിയിരിപ്പ് ശക്തികള് ഹല്ലേലൂയ വഴികൾ അടച്ചു വെച്ചത് അത് തുറക്കാൻ പോകുകയാ. ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് നീ ഉയരാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുകയാ. പ്രാർത്ഥനയിൽ നീ പോരാടി നിൽക്ക്. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കട്ടെ. ആമേൻ ശബനാധികനഘടകസ്യ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയാകും. വിശ്വസിക്കേ. ആമേൻ. ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ചത് ഹല്ലേലൂയ സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന വഴിയില്ലാത്തിടത്ത് വഴി തുറക്കുന്ന ദൈവമാ. ആരാ പറഞ്ഞത്? ദാവീദിന്റെ താക്കോൽ തോളിലിരിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഇതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പിന്നെന്ത് ചെയ്യണം? നാം അതിനകത്ത് പ്രവേശിക്കണം. പ്രൈസ് ദി ലോർഡ്. വാതിൽ തുറന്നു, പക്ഷെ നാം പ്രവേശിക്കണം.
നാം അതിനകത്ത് കയറണം. എങ്ങനെ കയറണം? വിശ്വാസത്തോടെ കയറണം. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാതിലുകൾ എന്തൊക്കെയാണ്? നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തത് സുവിശേഷ ഘോഷണത്തിന്റെ വാതിൽ. സുവിശേഷ ഘോഷണത്തിന്റെ വാതിൽ, ഒന്നാമത്തെ വാതിൽ. 1 കൊരിന്ത്യർ 16:9 അവിടെ പറയുന്നുണ്ട്, വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ സ്തോത്രം പലരുണ്ട്. നമുക്ക് ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ, അതിന് നാം കാൽച്ചുവടുകൾ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തീർച്ചയായിട്ടും നമുക്ക് എതിരാളികളുണ്ട്. സഭയ്ക്കകത്തുണ്ട്. പിന്നെ സ്തോത്രം വെളിയിൽ ഇറങ്ങിയാല് അത് സ്വാഭാവികമായിട്ടുണ്ട്. സ്തോത്രം. നമ്മളെ മുന്നോട്ട് വിടാതെ വണ്ണം, ആത്മീകമായി വളരാൻ കഴിയാതെ വണ്ണം യോസഫ് ഫലപ്രദമായ വൃക്ഷമാണ്. അതിന് ഫലമുണ്ട്, പക്ഷെ അതിനടുത്തൊരു മതിൽ നിൽക്കുകയാണ്. അതിന് വളരാൻ കഴിയുന്നില്ല. പക്ഷേ ഈ വൃക്ഷം എന്താ ചെയ്തെന്നറിയാമോ? ആ മതിലിന് മേൽ പടരാൻ തുടങ്ങി. മതിലിന് മീതെ പടരാൻ തുടങ്ങി. അത് ഫലം കായ്ക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാ? അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഫലം കായ്ക്കത്തക്ക വിധത്തിൽ, അതിനകത്ത് ചില ആശ്വാസം പ്രാപിക്കാൻ തക്കവണ്ണം ഫലപ്രദമായ വൃക്ഷമായിരിക്കുന്ന യോസഫ് എന്ത് ചെയ്തു? പ്രതികൂലത്തെ മുഴുവന് തരണം ചെയ്തുകൊണ്ട് അതിന് മീതെ പടർന്നു. മക്കളെ, പ്രതികൂലമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ട്. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ നിന്ദകൾ കേൾക്കാം, പരിഹാസങ്ങൾ കേൾക്കാം, നമ്മുടെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന ഒത്തിരി വാക്കുകൾ നമുക്ക് കേട്ടെന്നിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, ഇതിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകുവാനല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിന് മീതെ ചാടിക്കടക്കുന്ന ഒരു ദൈവകൃപ. അതാ ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഏത്? ഈ പ്രശ്നമാകുന്ന മതില്, നിന്നെ വേദനിപ്പിക്കുന്ന മതില്, ആമേൻ, വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില മതില്, നിന്നെ ആത്മീകമായി വളർത്തത്തില്ലെന്ന് പറയുന്ന ചില വാദിച്ചു നിൽക്കുന്ന ചില മതിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. സമ്മതിക്കാതെ വണ്ണം നിൽക്കുന്ന ആ മതിലിനെ ചാടിക്കടക്കുന്നതാണ് ദൈവകൃപ. അതിനൊരു ശക്തി നാം പ്രാപിക്കണം. ദൈവകൃപ നാം പ്രാപിക്കണം. ദൈവത്തിന്റെ ശക്തിയാൽ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 6:10 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവീൻ. താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒടുവിൽ എന്ന് പറഞ്ഞാൽ മുൻപിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാൽച്ചുവട് വെക്കാൻ പോകുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളോട് എതിർത്ത് നിൽക്കുന്ന ചില പോരുകളുണ്ട്, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഈ ലോകത്തിലെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയുണ്ട്. ഇതിനോടൊക്കെ എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധവർഗം നാം ധരിക്കണം. അതുകൊണ്ടാ പറയുന്നത്, പോരാട്ടം മുൻപിലുണ്ട്. സുവിശേഷ ഘോഷണത്തിന് വാതില് തുറന്നു കിടക്കുക. പക്ഷെ എന്താ സംഭവിച്ചേക്കുന്നത്? എതിരാളികളുണ്ട്. അതിനെന്ത് ചെയ്യണം? നാം എന്ത് ചെയ്യണം? സർവായുധവർഗം ധരിക്കണം. അതുകൊണ്ട് ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. എതിരാളികളെ എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം നാം ധരിക്കണം. സർവായുധവർഗം എന്താണെന്ന് നമുക്കറിയാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുവിശേഷ ഘോഷണത്തിന്റെ വാതിൽ തുറന്നു കിടക്കുകയാ. അത് അടയാൻ പോകുകയാ. കൃപയുടെ വാതിൽ അടയാൻ പോകുകയാ. സുവിശേഷത്തിന്റെ വാതിൽ അടയാൻ പോകുകയാ. ഇനി എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര ദിവസമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ വർഷം തീർക്കുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇപ്പോൾ സ്തോത്രം, നമുക്ക് സുവിശേഷ ഘോഷണം നടത്താൻ ഒത്തിരി അടുത്ത്. ഇപ്പം ഇതൊരു അന്ത്യകാലത്തിന്റെ സംഭവമാ, ലക്ഷണമാ. എന്താ? കർത്താവിന്റെ വരവിന്റെ ലക്ഷണത്തിന്റെ ഒന്നാണ്. ലോകം മുഴുവൻ ഇപ്പൊ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. ഓപ്പണർ മീറ്റിംഗ് ഉണ്ട്, മുറ്റത്ത് കൺവെൻഷൻ ഉണ്ട്, പേഴ്സണൽ ഇവാഞ്ചലിസം ഉണ്ട്. ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാ. നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒരു വശത്തുണ്ടെങ്കിലും ദൈവമക്കളെ മറുവശത്ത് ഒരുപാട് ദൈവമക്കൾ, ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായി തീർന്നുകൊണ്ടിരിക്കുക.
എതിർപ്പിന് കാരണം നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് വേണ്ടിയൊക്കെ, അവർക്ക് വേണ്ടി കുറച്ചു മുമ്പേ ഞാനത് പറഞ്ഞല്ലോ, കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നാം ദൈവമക്കൾക്ക് വേണ്ടി, നോർത്ത് ഇന്ത്യയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി ശക്തമായ ഇടിവിൽ നിന്ന് കരയണം. നാം സ്വാതന്ത്ര്യമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സ്തോത്രം പറയാൻ കഴിയാതെ വണ്ണം അടയ്ക്കുന്ന ചില പോരുകൾ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സുവിശേഷ വാതിലിന് ആമേൻ വാതിൽ തുറന്നു കിടക്കുമ്പോൾ എതിരാളികളുണ്ട്. അതിനെ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. രണ്ടാമത് പറയുന്നു ഹല്ലേലൂയ വചനത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ആമേൻ. വചനത്തിന്റെ വാതിൽ എന്തായിരിക്കുക? തുറന്നു കിടക്കുക. എന്തിനു വേണ്ടിയാ? വചനത്തിന്റെ ആമേൻ വചനത്തിനകത്തെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണൊന്ന് തുറക്കണമേ, എന്റെ ഹൃദയം ഒന്ന് തുറക്കണമേ. എന്തിനു വേണ്ടിയാ? വചനത്തിനകത്ത് അത്ഭുതമുണ്ട്, മഹാത്ഭുതമുണ്ട്. അത് ഓരോന്നും വായിച്ചു വരുമ്പോൾ ന്യായപ്രമാണത്തിനകത്തെ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയ കണ്ണ് തുറക്കണം. അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ നന്മ ദൈവത്തിന്റെ കരുതൽ അതിനകത്തുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിനകത്തുണ്ട്. അതുകൊണ്ടാ പറയുന്നത് ആമേൻ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ എന്റെ കണ്ണു തുറക്കണമേ. വചനം എന്താണ്? വചനം ജീവനും ചൈതന്യവും ആമേൻ ഇരുവാറ്റുള്ള വാളും, ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ളതും, ആത്മാവിനെ പ്രാണനെ സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. അതിനകത്ത് അത്ഭുതമുണ്ട്. ഇത് ഹല്ലേലൂയ ആമേൻ പഴയ നിയമ ഭക്തന്മാരെ ദൈവം സൗഖ്യമാക്കിയത് എങ്ങനെയാ? വചനം അയച്ചു പിടിപ്പിച്ചു. ദൈവമക്കളെ, നമ്മൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ അറ്റത്ത് ആമേൻ ആയിരിക്കുന്ന ഞാൻ ഇവിടെ ഇരുന്ന് ഭൂലോകത്തിന്റെ അറ്റത്തുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ആമേൻ ശക്തിയേറിയ വചനം അയക്കുകയാ. പ്രകാശത്തെക്കാൾ വേഗതയുള്ള, മിന്നലിനേക്കാൾ വേഗതയുള്ള ആമേൻ ദൈവത്തിന്റെ വചനം ശക്തിയോടെ ചെല്ലുകയാ. അത് ചെന്നിട്ട് എന്ത് ചെയ്യുക? ആത്മാവിനെയും പ്രാണനെ കണ്ടോ, ആത്മാവ് പ്രാണനെ എന്ത് ചെയ്യുന്നു? ആമേ തുളച്ചു ചെല്ലത്തക്ക വിധത്തിൽ അത് തുളച്ചു ചെല്ലുകയാ. രോഗമുള്ള സ്ഥാനത്ത് തുളച്ചു ചെല്ലുകയാ. ദൈവവചനം വിടുവിക്കുന്ന വചനമാ. ദൈവവചനത്തിന് ജീവനുണ്ട്, ദൈവവചനത്തിന് ചൈതന്യമുണ്ട്. ദൈവവചനം ചിലരെ രൂപാന്തരപ്പെടുത്തുന്നതാ. ഹല്ലേലൂയ. തുളച്ചു ചെല്ലുന്നതാ, സൗഖ്യമാക്കുന്നതാ ദൈവത്തിന്റെ വചനം. ഓ റബലഹധുനിവികനവ ശമനഗതന. സൗഖ്യമാക്കുന്ന വചനം, വിടുവിക്കുന്ന വചനം, അവൻ രൂപാന്തരപ്പെടുത്തുന്ന വചനം, ചുറ്റികയാതെ തീയാതെ ദഹിപ്പിക്കേണ്ടത് ദഹിപ്പിച്ചു കളയുന്നതാ. സ്തോത്രം. മാനുഷ്യ നിലയിൽ ജഡിക പ്രവൃത്തികളെ ദഹിപ്പിച്ചു കളയുന്നു, ശത്രുവിന്റെ പോരുകളെ ദഹിപ്പിച്ചു കളയുന്നു. അതുകൊണ്ടാ പറഞ്ഞ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ദൈവവചനത്തിന്റെ ശക്തിയാത്. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഹല്ലേലൂയ. നമ്മെ വിടുവിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൽ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയായവൻ. സ്തോത്രം. നമുക്ക് പരിപാലകനായിട്ടുള്ളത് കൊണ്ടാണ് നാം ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്, സൗഖ്യത്തോടെ ഇരിക്കുന്നത്. ഇതൊന്നും തൊടാതെ വണ്ണം ദൈവം നമ്മെ കാക്കുന്നത് കൊണ്ടാ വചനത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ വചനം നമ്മെ പണിയുകയും ചെയ്യും കേട്ടോ. വചനം നമ്മെ പണിയും. വേണ്ടാത്തതൊക്കെ ഇടിച്ചു കളയും. വേണ്ടാത്തതെല്ലാം ഇടിച്ചു കളയും. ആമേൻ. ചിലത് നമ്മളെ പണിയും. ദൈവത്തിന് ഹിതമാവണ്ണം നമ്മളെ പണിയും. ദൈവത്തിന് ഉപയോഗം വരത്തക്ക വിധത്തിൽ നമ്മളെ പണിയും. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളെ ഇണങ്ങിയ ആയുധമാക്കി മാറ്റുവാൻ ചില കൊട്ടും തട്ടും മുട്ടും ഒക്കെ കിട്ടും. സ്തോത്രം. ചില മൂർച്ചയൊക്കെ ആക്കണം. കർത്താവിന്റെ പൂണിയിൽ മറച്ചു വെക്കുന്ന ഒരമ്പ് പോലെ ദൈവം നമ്മെ ആക്കി തീർക്കും. സ്തോത്രം. വചനം രൂപാന്തരപ്പെടുത്തുന്നതാ, വചനം പണിയുന്നതാ. മൂന്നാമത്തത്, ജാതികൾക്ക് സ്തോത്രം വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നു. സ്തോത്രം. ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നു. അങ്ങനെ കേട്ടതാ. നമ്മൾ ആരും യഹൂദന്മാരൊന്നും അല്ല, ആണോ? കർത്താവിനെ നാം സ്നേഹിച്ചത് കൊണ്ട് യഹൂദന്മാർ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് നമ്മൾ അവിടെ ചെന്നു. കാട്ടൊലിവായിരിക്കുന്ന നമ്മെ നാട്ടൊലിവോടെ ഒട്ടിച്ചേർത്തു. സ്തോത്രം. ചില കൊമ്പുകളെ കർത്താവ് ഒടിച്ചു കളഞ്ഞു. നാട്ടൊലിവായിരിക്കുന്ന ആമേൻ വൃക്ഷത്തെ അതിന്റെ കൊമ്പുകൾ ചിലത് ഒടിച്ചു കളഞ്ഞു.
റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഒടിച്ചു കളഞ്ഞു. എത്ര കൊമ്പുകൾ ഒടിച്ചെന്ന് നമുക്കറിയില്ല, അത് തിരുവചനത്തിൽ പറയുന്നില്ല എത്ര കൊമ്പ് ഒടിച്ചു കളഞ്ഞെന്ന്. പക്ഷെ ആ കൊമ്പ് ഒടിച്ചതില് സ്തോത്രം, ആ നാട്ടൊലിവായിരിക്കുന്ന നമ്മെ നാട്ടൊലിവായിരിക്കുന്ന ആ വൃക്ഷത്തിന്മേൽ കാട്ടൊലിവായിരിക്കുന്ന നമ്മെ അതിൽ ഒട്ടിച്ച് ചേർത്തെന്ന്. ആ ഒരു ഭാഗ്യം ദൈവം നമുക്ക് തന്നു. ആ ഒട്ടിപ്പിനകത്ത് നമ്മൾ ഉണ്ട്. അതിനകത്ത് യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ സ്വന്തത്തിലേക്ക് യേശു കർത്താവ് വന്നു, സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞു. യഹൂദന്മാർ ദൈവത്തെ, യേശുവിനെ തള്ളിക്കളഞ്ഞു. പക്ഷെ ജാതികളായിരിക്കുന്ന നാം കർത്താവിനെ സ്വീകരിച്ചു. ആ ഒരു ഭാഗ്യം കർത്താവ് നമുക്ക് തന്നു. തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാരം നമുക്ക് ലഭിച്ചു. ഇന്ന് നാം കർത്താവിന്റെ പ്രിയ മക്കളായി തീർന്നിരിക്കുക. ആമേൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താല് ക്രിസ്തുയേശുവിൽ നമ്മെ നിറച്ചിരിക്കുകയാ. കർത്താവ് നമ്മെ നിറച്ചിരിക്കുക, അതിന് അവകാശികളാക്കി നമ്മെ മാറ്റിയിരിക്കുകയാ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ആമേൻ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, സകല നന്മകളും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. അത് ഭൗതിക നന്മയായിരിക്കാം, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിത്യതയില് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് അത് പറയുന്നത്, അല്ലേ? സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുപോലെ ദൈവം നമുക്ക് വേണ്ടി അവിടെ കരുതി വെച്ചിട്ടുണ്ട്. നാം ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാലും, ആർക്കെല്ലാം വേണ്ടി ഉപവസിച്ചാലും, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാലും, കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചാലും, ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം സഹിച്ചാലും, രക്തസാക്ഷികളായാലും, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ, നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് ചില പ്രതിഫലങ്ങൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്തായിരിക്കുന്നു, ജാതികൾക്ക് കാട്ടൊലിവായിരിക്കുന്ന നമ്മെ നാട്ടൊലിവോടുകൂടെ ഒട്ടിച്ച് ചേർത്ത് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയതോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ ദൈവമക്കളെ. നോർത്ത് ഇന്ത്യയിലെ ഞാൻ മുമ്പേ കണ്ടൊരു വീഡിയോ ക്ലിപ്പ് കണ്ടതാ. നോർത്ത് ഇന്ത്യയിലെ അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന, ദൈവമക്കൾ അനുഭവിക്കുന്ന വേദനകള്, ആമേൻ, നമ്മൾ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. അവിടെയുള്ള ജനങ്ങള് കർത്താവിന്റെ മക്കളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോഴ് ഞാൻ മുമ്പേ അത് കണ്ടിട്ട് ഓർത്തു, ദൈവമക്കളെ, ദൈവമേ, ഇവർക്ക് എന്താ പ്രത്യാശയുള്ളത്? എന്തിനു വേണ്ടി? പൈശാചികമായ വേഷം ധരിച്ചുകൊണ്ട്, പൈശാചികമായ സ്വഭാവത്തോടുകൂടെ ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ദൈവമക്കളെ ഭീഷണിപ്പെടുത്തുക. അവർക്ക് എന്തോ പ്രത്യാശയുള്ളത്? ഒന്നുമില്ല. അവർ പൈശാചികമായ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. വെട്ടിക്കൊല്ലാനായിട്ടാണ് അവർ വരുന്നത്. പക്ഷെ ദൈവമക്കളെ, അവരെക്കാൾ ഉപരിയായി ദൈവം നമുക്ക് വേണ്ടി കരുതിയ കരുതലുണ്ടല്ലോ. ആ ദൈവ പൈതലായി തീരാനുള്ള ആ ഭാഗ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നെ അതിനകത്ത് കൊണ്ടുവന്നല്ലോ പിതാവേ എന്ന് പറഞ്ഞ് ഒരു സ്തോത്രം പറഞ്ഞാൽ അത് ദൈവത്തിന്റെ നാമം മഹത്വമാത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി ഭൗമിക നേട്ടങ്ങൾ നേടി, ഭൗതികമായ നന്മകൾ പ്രാപിച്ച്, മുന്തിയ കാറുകൾ വാങ്ങിച്ച്, വലിയ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, സ്തോത്രം, ഹല്ലേലൂയ, അത് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതാ, ഇവിടം കൊണ്ട് തീരുന്നതാ. പക്ഷേ ദൈവത്തിന്റെ പൈതലായി തീർന്ന ആ മഹാഭാഗ്യമുണ്ടല്ലോ, ആമേൻ, ഒരു ലോട്ടറി അടിക്കുന്നതിന്റെ ഭാഗ്യമല്ലത്, അത് ഇവിടം കൊണ്ട് അങ്ങ് തീരുന്നതാ. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ ഒരു ഭാഗ്യം അതിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. കർത്താവേ, നിന്റെ പൈതലാക്കി തീർത്തല്ലോ, എന്നെ സ്നേഹിച്ചല്ലോ, ആ ക്രൂശിലെ രക്തം എന്നെ കഴുകി വെടിപ്പാക്കി ദൈവത്തിന്റെ പൈതലാക്കി തീർത്തല്ലോ, ആ സ്നേഹം എന്നെ തേടിയെത്തിയല്ലോ. എത്ര പേർക്ക് പറയാൻ കഴിയും ദൈവമക്കളെ? ഹല്ലേലൂയ. ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. നാലാമത്തത്, നമുക്കറിയാം, വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആർക്കാ കൊടുത്ത്? ജാതികൾക്കാ കൊടുത്ത്. നാം ചിന്തിക്കണം, ഈ കാലഘട്ടങ്ങളിൽ അന്നു മുതല് ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും അനേകർ കർത്താവിന്റെ അടുക്കലേക്ക് വരികയാ, അനേകർ സഭയോട് ചേരുകയാ, അനേകർ ദൈവത്തോട് ചേരുകയാ. ദൈവമക്കളായി തീരുവാൻ ജാതികൾക്ക്, അതാ പറഞ്ഞ, ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും. ഏതെല്ലാം ഗോത്രത്തില്?
ഏതെല്ലാം ഭാഷകളിലുള്ളത്, ഏതെല്ലാം വംശത്തിലുള്ളവര് എല്ലാം കർത്താവിന്റെ മക്കളായി തീരുന്നു. ദൈവം അവരെ സ്നേഹിക്കുന്നു. മാനവ കുലത്തിന്റെ രക്ഷകനായി കർത്താവ് ഇറങ്ങി വന്നവനാ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് ചുറ്റും അനേക വ്യക്തികളുണ്ട്. ദൈവസ്നേഹമില്ലാതെ, പ്രത്യാശയില്ലാതെ, പൈശാചികമായ രീതിയിൽ ജീവിക്കുന്നവർ അനേകരുണ്ട്. അവരെക്കാൾ ഉപരിയായി ഒരു മകൾ സന്തോഷം അനുഭവിക്കുവാൻ, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാമുണ്ട്, നമുക്കുമുണ്ട്. നാം അതിൽ കൂടെ കടന്നു പോകുന്നവരാ. എങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രത്യാശ നമുക്കുണ്ട്, നമുക്കൊരു സന്തോഷമുണ്ട്, നമുക്കൊരു സമാധാനമുണ്ട്. ദൈവം നമുക്ക്, കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ദൈവമക്കളെ, ആ സമാധാനം നമ്മളിൽ വസിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. നമ്മുടെ കുടുംബത്തിൽ വസിക്കുവാൻ ആ ഭാഗ്യം നമുക്ക് നൽകി. ആ സമാധാനം നമ്മുടെ കുടുംബത്തിൽ ഇരിക്കട്ടെ. നമ്മുടെ തലമുറകളില് അവരുടെ ഹൃദയത്തിൽ ആ സമാധാനം വെളിപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദേശത്ത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, നമ്മുടെ ദേശത്ത് ദൈവത്തിന്റെ സമാധാനം വ്യാപരിക്കണം, ദൈവത്തിന്റെ സ്നേഹം, പരിപാലനം വ്യാപരിക്കണം, ദൈവകൃപ വ്യാപരിക്കണം. ദേശം വിടുവിക്കപ്പെടണം. ദേശത്ത് സ്വർഗീയ സമാധാനം കൊണ്ട് നിറയപ്പെടണം ജാതികൾ. ഹല്ലേലൂയ. അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, പകർച്ചവ്യാധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, മാരക രോഗങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് അവരെ നയിക്കേണ്ടതിന് ആ ദിവ്യ സമാധാനത്തിൽ കാക്കുവാൻ. നാലാമത്തത്, പ്രാർത്ഥനയുടെ വാതിൽ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ വാതിൽ. ആമേൻ. അപ്പോസ്തലൻ ജെയിംസ് 5 യാക്കോബിന്റെ ലേഖനം 5 അധ്യായത്തില് ഏലിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആമേൻ, ആ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഏലിയാവ് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിച്ചു. 3.5 വർഷക്കാലം മഴ പെയ്യാതെ ഇരുന്നപ്പോൾ, ഹല്ലേലൂയ, ഏലിയാവിന്റെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിലെത്തി മഴ പെയ്തുവെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ചരിത്രമൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് അഭിഷക്തനായ ദൈവത്തിന്റെ പ്രവാചകൻ പോയി രാജാവിനോട് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ദൈവം അത് അങ്ങ് അംഗീകരിച്ചു കേട്ടോ ദൈവമക്കളെ. ദൈവം അത് അംഗീകരിച്ചു. ദൈവം പറഞ്ഞിട്ടല്ലാതെ എന്ന് പറഞ്ഞില്ല. പ്രവാചകൻ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ട് മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. നോക്കണേ, ആ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, സ്തോത്രം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല. ഈ കർത്താവ് ആ വാക്യം അങ്ങ് അംഗീകരിച്ചു. ആ വാക്ക് അങ്ങ് അംഗീകരിച്ചു. പിന്നെ 3.5 വർഷം ക്ഷാമം ഒക്കെ നമുക്ക് ആ ചരിത്രം അറിയാം. പക്ഷെങ്കിൽ ആ ജനങ്ങളൊക്കെ ദൈവത്തോട് നിലവിളിച്ചാൽ, ശ്രദ്ധിക്കണേ, അവിടെയുള്ള അന്നത്തെ ജനം ദൈവത്തോട് നിലവിളിച്ചാൽ അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം മഴ പെയ്ക്കാൻ ദൈവത്തിന് കഴിയത്തില്ലയോ? കഴിയത്തില്ലയോ? ദേവദാസന്മാരെ, കഴിയും. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പക്ഷേ ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. സ്തോത്രം. ദൈവം അത് ടിക്കറ്റ് വെച്ചെങ്കിലും ജനം നിലവിളിക്കുക, ക്ഷാമം വർദ്ധിക്കുക, വെള്ളമില്ല കുടിക്കാൻ, അവിടെ അരിഷ്ട അവസ്ഥ ഉണ്ടായിരിക്കുക, മഴയില്ലാതെ വരൾച്ച ഉണ്ടായിരിക്കുക. പക്ഷേ 3.5 വർഷം ആയപ്പോഴത്തേക്ക് ഏലിയാവ് കർമ്മേലിൽ കയറി. എന്ത് ചെയ്തു? മുഴങ്കാലുകൾക്കിടയിൽ എന്ത് ചെയ്തു? തല കുനിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നീ പോയി കടലിന്റെ അവിടെ പോയി നോക്ക്, മഴ പെയ്യാനുള്ള വല്ല ചാൻസും ഉണ്ടോ? ആദ്യം പോയി നോക്കി, കിട്ടിയില്ല. പിന്നെയും പ്രാർത്ഥിക്കുക. ഈ മുട്ടിനിടയിൽ, മുഴങ്കാലുകൾക്കിടയിൽ ഈ തല അങ്ങോട്ട് കുനിച്ചു വെക്കണമെങ്കിൽ റാ പോലെ ആകുമെന്ന്. സ്തോത്രം. റാ പോലെ. എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു ദിവസം അങ്ങനെ ഒന്ന് ഇരിക്കാൻ നോക്കി, പറ്റിയില്ലെന്നേ. എത്ര മിനിറ്റ് വെക്കും? എത്ര മിനിറ്റ് ഇരിക്കാൻ? 5 മിനിറ്റ് ഇരിക്കാൻ പറ്റൂ? ഇല്ലെന്ന്. ഇല്ല, ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല 5 മിനിറ്റ്. ഈ തല മുഴങ്കാലുകൾക്കിടയിൽ വെച്ചാല് റാ പോലെ, വില്ല് പോലെ ഇരിക്കും. 1-ാം പ്രാവശ്യം പറഞ്ഞു, പോയി നോക്ക് പാലിക്കാരൻ. ഇല്ല. 2-ാം പ്രാവശ്യം ഇല്ല. 7-ാം പ്രാവശ്യത്തിൽ 6 പ്രാവശ്യവും പറയുന്നു ഇല്ല എന്നാ പറഞ്ഞത്, ഒന്നുമില്ലെന്നാ പറഞ്ഞേ. സ്തോത്രം. പക്ഷെ 7-ാം പ്രാവശ്യത്തിൽ പോയി നോക്കിയപ്പോൾ
കൈയുടെ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ മേഘം പൊങ്ങാൻ തുടങ്ങി. ആമേൻ. അത്രേ മതി. മുഴങ്കാലുകളുടെ ഇടയിൽ നിന്ന് തലയെടുത്തു, അത് മതി. പ്രൈസ് ദി ലോർഡ്. അല്പത്തിൽ കൂടെ ദൈവത്തിന് വലിയവ ചെയ്യാൻ കഴിയും. വലിയ മഴയുടെ മുഴക്കം കേൾക്കാൻ തുടങ്ങുക. ദൈവമക്കളെ, അനുഗ്രഹത്തിന്റെ മുഴക്കം, പ്രാർത്ഥനയുടെ മറുപടി മുഴക്കം നിന്റെ ചെവിയിൽ എത്തട്ടെ. ശബനഗതന വൈഡമനഗടകസ്യ, മഴയുടെ മുഴക്കം. സ്തോത്രം. ആമേൻ. ഏലിയാവ് രഥം പൂട്ടി ഓടാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. ഏലിയാവിനോട് പോയി രഥം പറ, ആമേൻ, വേഗം രഥം പൂട്ടി പൊക്കോളാൻ. വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ദൈവമക്കളെ, എത്ര പേര് ആ അനുഗ്രഹത്തിന്റെ മുഴക്കം കേൾക്കുന്നുണ്ട്? എന്റെ പ്രാർത്ഥനയുടെ മറുപടി മുഴക്കം എത്ര പേര് കേൾക്കുന്നുണ്ട്? എന്റെ കരച്ചിലിന്റെ ശബ്ദം കർത്താവ് കേട്ടു, അതിന്റെ മറുപടി ആമേൻ എന്റെ ചെവിയിൽ ഞാൻ കേൾക്കുന്നു, എന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെടുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ അന്ത്യനിമിഷത്തില്, ഈ വർഷത്തിന്റെ അവസാന നിമിഷത്തില് പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുകയാ. എത്ര പേർക്ക് പറയാൻ കഴിയും? ആ അനുഗ്രഹത്തിന്റെ എന്റെ പ്രാർത്ഥനയുടെ മറുപടി ആമേൻ ഇതാ ഞാൻ കേൾക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ആമേൻ. ശക്തമായി ദൈവമക്കളെ, ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ ആ അഭിഷേകത്തിന്റെ ശക്തി നമ്മിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ വേണ്ടി വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥന ദിവസങ്ങളിൽ ആയിരിക്കട്ടെ. നാം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ ശ്രദ്ധ വർദ്ധിക്കട്ടെ. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമായി. ആ മഴയുടെ മുഴക്കം കേൾക്കാൻ സമയമായി. മറുപടി മുഴക്കം കേൾക്കുവാൻ സമയമായി. നമ്മുടെ പ്രാർത്ഥന കുറയ്ക്കല്ലേ. നമ്മുടെ പ്രാർത്ഥനയുടെ അവിശ്വാസം മാറ്റിക്കളാം. വിശ്വാസത്തിന്റെ പ്രാർത്ഥന പൊങ്ങട്ടെ, ഉയരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ജയിലറകളിലായാലും പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദേവദാസി, സമയമായെങ്കിലും ഒന്ന് കൈ കാണിച്ചേക്കണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. ആമേൻ. സമയമായെന്നാണോ പറഞ്ഞേ? ആത്മാവിന്റെ നിയോഗം ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത്, സ്തോത്രം, മഴയുടെ സമയം, മഴ പെയ്യാറായി, അത് പറഞ്ഞ് നമ്മൾ കേട്ടു. ഇപ്പോൾ പ്രാർത്ഥന എവിടെയായിരുന്നാലും ഇരുന്നാൽ പ്രാർത്ഥിക്കാം, അല്ലെ? പത്മോസിൽ കിടന്ന യോഹന്നാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സ്തോത്രം. അവിടെയാണെങ്കിൽ പ്രാർത്ഥന വന്നു. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ആത്മവിവശനായി. ജയിലറയിലായിരുന്ന പൗലോസും ശീലാസും ചുമ്മാതെ പോയി കിടന്നല്ല കേട്ടോ. ആമേൻ. കുറ്റവാളിയായിട്ട് പോയി കിടന്നല്ല. കുറ്റവാളിയാണ്. ആക്കിയിട്ട് എന്ത് ചെയ്തു? ശരീരം മുഴുവനും എന്ത് ചെയ്തു? മുറിവേറ്റവരാണ്. രക്തം വാർന്നൊഴിക്കുകയാ പൗലോസും ശീലാസും. പോരാഞ്ഞിട്ട് കൈകാലുകൾ ബന്ധിനായി കിടക്കുക, ബന്ധിക്കപ്പെട്ടവരായിട്ടാ. ഹല്ലേലൂയ. ആമേൻ. റോമിലെ ഉള്ള ഈ ജയിലറയിലെ രീതി എന്ന് പറഞ്ഞാല് കാല് നീട്ടാൻ പോലും സ്ഥലമില്ല. കുനിഞ്ഞിരിക്കുന്നോണം, അവിടെ കുനിഞ്ഞിരുന്നോണം. എഴുന്നേറ്റ് നിവർന്ന് നിന്നാൽ തല മുകളിൽ മുട്ടും. ദൈവങ്ങളെ, ദൈവദാസന്മാർ, ദൈവഭക്തന്മാർ പഴയ നിയമകാലത്ത് അപ്പോസ്തലന്മാർ അനുഭവിച്ച ദുരന്തങ്ങൾ ഓർത്താൽ, ക്രിസ്തുവിന് വേണ്ടി അനുഭവിച്ച ദുരന്തം, കാല് നീട്ടാൻ പറ്റത്തില്ല, കൈ ഇങ്ങനൊന്നും എടുക്കാൻ പറ്റത്തില്ല, തലയൊന്നും നിവറാൻ പറ്റത്തില്ല. ആമേൻ. അതുപോലെയുള്ള ഒരനുഭവത്തിൽ കൂടെയാ പോകുന്നത്. ജയിലറകളിലാ കിടക്കുന്നത്. അവിടെ കിടക്കുമ്പോൾ ദൈവമക്കളെ നാം ഓർത്തോണേ. ഹല്ലേലൂയ. അവിടെ ആ ദൈവദാസന്മാർ കിടന്നപ്പോൾ അവര് ക്ഷീണിതരാ, രക്തം വാർന്ന് ഒഴുകിയിരിക്കുക. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് പറഞ്ഞു, ആമേൻ, തമ്മിൽ പരാതികളൊന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പൗലോസ് ശീലാസിനോട് പറഞ്ഞു കാണും, ആമേൻ, സഹോദരൻ നമുക്ക് പ്രാർത്ഥിക്കാം. അന്നേരം നമ്മളെ പോലെ പറഞ്ഞു, എനിക്ക് വയ്യ, പ്രാർത്ഥിച്ചോണ്ട് കിടന്നോ. ആമേൻ. എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞില്ല, എനിക്ക് ക്ഷീണമാന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന അങ്ങോട്ട് ശബ്ദമുയരാൻ തുടങ്ങി. ആമേൻ. ക്ഷീണിതരാ, പക്ഷെ ശബ്ദമുയരാൻ തുടങ്ങി. അവർ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ആമേൻ ആ ജയിലറയിലേക്ക് ഇറങ്ങി വരികയാ. ദൈവത്തിന് അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് അവിടെ വ്യാപരിക്കുകയാ. സ്തോത്രം. തുറക്കപ്പെടാത്ത വാതിൽ തുറക്കുകയാ കേട്ടോ. ആമേൻ. ശബനഗതന വൈഡമനഗടകസ്യ. ഹല്ലേലൂയ. സ്തോത്രം. ജയിലറയിൽ അവർ ആരാധന അങ്ങോട്ട് മുഴങ്ങിയപ്പോൾ ആമേൻ അവരുടെ വാതിലുകൾ സ്വതവേ അങ്ങ് തുറന്നുപോയി.
അതിന്റെ വ്യാപരികളെല്ലാം അങ്ങ് പോയി. ആമേൻ. ദൈവശക്തി എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി ദൈവദാസന്മാരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആരാധനയുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. ആമേൻ. അതിനകത്ത് ജയിലറകളിൽ കിടന്ന, ചുറ്റും കിടന്ന എല്ലാ കുറ്റവാളികളെയും വിട്ടിരുന്ന എല്ലാ വാതിലുകളും തുറന്നുപോയി. ഓ സ്തോത്രം. ആമേൻ. അവിടെ ഭയങ്കരമായ ആമേൻ പടയാളികളെല്ലാം ഉണ്ട്, എല്ലാവരെയും സൂക്ഷിപ്പാൻ അവിടെ ഉണ്ട്. പക്ഷേ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം വാതിലുകൾ തുറന്നുപോയി. എന്താ കാര്യം? 2 പേർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, 2 പേർ അവിടെ ഇരുന്ന് ആരാധിച്ചതേ ഉള്ളൂ. വാതിലുകൾ തുറന്നുപോയി. ദൈവം അവിടെ ഇറങ്ങി വരികയാ ആരാധനയുടെ മധ്യത്തിൽ. ദൈവമക്കളെ, നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും, സഭയിലിരുന്ന് പ്രാർത്ഥിച്ചാലും, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. അത്ഭുതങ്ങൾ നടക്കണം, ചില അടയാളങ്ങൾ നടക്കണം. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഹൃദയം ഒരുക്കമായിരിക്കണം, നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതായിരിക്കണം, നമ്മുടെ ആരാധന ശക്തിയുള്ളതായിരിക്കണം. പൗലോസിന്റെ ശീലാസിന്റെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. സ്തോത്രം. ചങ്ങലകൾ എന്ത് ചെയ്തു? ബന്ധിച്ചു വെച്ച ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. അവർക്ക് ഞാൻ വിശ്വസിക്കുന്ന അവർ കരം തട്ടി അങ്ങ് ആരാധിച്ചു കാണും. വല്ല ഡ്രമ്മുണ്ട്, ചില്ലിക്ക് വല്ല ഉണ്ടായിരുന്ന അതും കൊട്ടി അങ്ങ് പാടിയേനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ കരം തട്ടി അവർ ദൈവത്തെ ആരാധിച്ചു. ആരാധനയിൽ വിടുതലുണ്ട് മക്കളെ, ദൈവമക്കളെ. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്, ആരാധനയിൽ ബന്ധനങ്ങൾ പൊട്ടും, ആരാധനയിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറന്നു വരും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാ അടയ്ക്കപ്പെട്ട വാതിൽ തുറന്നു വരും. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, സ്തോത്രം, ആരും തുറന്നാൽ ആരടച്ചാലും തുറക്കുവാൻ കഴിവുള്ള ദാവീദിന്റെ താക്കോലുള്ളവൻ പറയുന്നു, നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആരാധിക്കുന്ന ദൈവമക്കളോടാ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോടാ പറയുന്നത്, ഇതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി വെപ്രാളം കൊണ്ട് അലറാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവന്റെ തല പിന്നെ കാണത്തില്ല. ആമേൻ. അവര് പറയുകയാ, അവര് വന്ന് വീണ് പൗലോസിനോട് ശീലാസിനോട് പറയുക, യജമാനന്മാരെ. അതിനു മുമ്പേ എന്തൊക്കെ വിളിച്ചത് നമുക്ക് അറിയാനൊക്കത്തില്ല. സ്തോത്രം. ആ 16-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോഴേ അതിനകത്ത് വിശദീകരണം കാണത്തുള്ളൂ. യജമാനന്മാരെ, രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം? അല്പം കഴിഞ്ഞാൽ എന്റെ തല കാണത്തില്ല. ഈ കാരാഗ്രഹത്തിന്റെ വാതിൽ മുഴുവനും തുറന്നു പോയിരിക്കുക. പൗലോസിനും ശീലാസിനും പറയാനുള്ളത്, ആമേൻ, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ആരും പോയിട്ടില്ല. ഈ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരാരും ജയിൽ ചാടിയിട്ടില്ല, ജയിലിൽ തന്നെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. നീ പേടിക്കണ്ട. അയ്യോ യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം പറഞ്ഞു. ഓടി രക്ഷപ്പെടാൻ പറഞ്ഞില്ല, ചാടിപ്പൊക്കോളാൻ പറഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒറ്റ കാര്യം പറഞ്ഞു. അവർ യേശുവിൽ വിശ്വസിച്ചു, അവര് കുടുംബമായി കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. ദൈവമക്കളെ, പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. ചില കെട്ടുകൾ അഴിയപ്പെടും, ചില ജാതികൾ വിടുവിക്കപ്പെടും. ആമേൻ. ചില ബന്ധനസ്ഥരായവരെ വിടുവിക്കുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ദൈവമക്കളെ. ആമേൻ. ഹല്ലേലൂയ. അതിന് വലിയ ക്വാളിറ്റി വേണ്ട. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കൊഞ്ഞയാണെങ്കിലും കർത്താവ് കേൾക്കും. അങ്ങനെ ഒരു പാട്ടില്ലയോ? അവൻ കൊഞ്ഞയാണെങ്കിലും അതിന് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും കർത്താവ് നോക്കത്തില്ല. ദൈവത്തിൽ ഇരുന്ന് കരയുന്ന ദൈവവൈതലേ, എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് കരം മലർത്തി ദൈവത്തോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിന് ശക്തിയുണ്ട്. ചില വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥന, ആമേൻ, പ്രാർത്ഥനയുടെ വാതിൽ ഈ ദിവസങ്ങളിൽ തുറന്നു വെച്ചിരിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടുകൊണ്ട് അനേക ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുവാൻ, ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ബന്ധനസ്ഥരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ചില തലമുറകൾ
തലമുറകളുടെ വിടുതലിന് വേണ്ടി നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ആമേൻ. നിരീശ്വരത്വം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കേട്ടു, ആമേൻ, പെന്തക്കോസ്ത് മക്കളുടെ ആമേൻ നിരീശ്വരത്വം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ദൈവമേ, ദൈവമക്കളെ, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നിടത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കാൻ പ്രാർത്ഥിക്കണം. വീട് വിട്ടു പോയി കഴിയുമ്പോൾ അവരുടെ ഭാവം മാറും, രൂപം മാറും, സ്വഭാവം മാറും. ഹല്ലേലൂയ, സ്തോത്രം. നാം പൈസ മുടക്കി പഠിപ്പിക്കുന്ന നമ്മുടെ തലമുറകളെ ഓർത്ത് രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ പൈതങ്ങൾക്ക് വേണ്ടി കരയുക. കരച്ചിൽ കുറയ്ക്കരുത്. നമ്മുടെ തലമുറകൾ വിടുവിക്കപ്പെടണം. നമ്മുടെ തലമുറകൾ ആമേൻ ആമേൻ ദൈവസന്നിധിയിൽ കാണപ്പെടണം, നിത്യതയിൽ കാണപ്പെടണം. നാം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ തലമുറ എന്തിയെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പറയണം. ഉദരഫലമാ ദൈവം നമുക്ക് ദാനം ചെയ്ത നമ്മുടെ തലമുറകളാ. ആമേൻ. ചോദിക്കുമ്പോൾ നാം അതുപോലെ തിരിച്ചു കൊടുക്കണം. കർത്താവ് നമുക്ക് ദാനമായി തന്നതാ, നമ്മുടെ തലമുറയെ നമുക്ക് ദാനമായി തന്നതാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ തലമുറകളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുക. ഒറ്റ കുഞ്ഞുങ്ങൾ നശിച്ചു പോകരുത്. പ്രാർത്ഥനയുടെ വാതിൽ തുറന്നിരിക്കുകയാ. രാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് അവർ പ്രവചിക്കുന്നവരായി മാറട്ടെ. അവർ സുവിശേഷമായി ചെയ്യുന്നവരായി മാറട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവനാമം ഉയർത്തുന്നവരായി മാറട്ടെ. പ്രാർത്ഥന കുറയ്ക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. മത്സ്യത്തിന്റെ വയറ്റിലാണേലും പ്രാർത്ഥന ഉണ്ടാകും. കാരാഗ്രഹത്തിലാണേലും മത്സ്യത്തിന്റെ വയറ്റിലാണെങ്കിലും ആമേൻ എവിടെ കിടന്നാലും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ചിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എന്റെ വചനം കാത്തു. ആ ഒരു സാക്ഷ്യം നമ്മുടെ മേലുണ്ടായിരിക്കണം. ആ സാക്ഷ്യം, എന്റെ നാമം നീ നിഷേധിച്ചില്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും എന്റെ നാമം നിഷേധിച്ചില്ല എന്ന് പറയുവാൻ, നീ എന്റെ വചനം കാത്തു എന്ന് പറയുവാൻ, വിശ്വാസത്തിൽ നിലനിന്നു എന്ന് പറയുവാൻ, വിശ്വസ്തനായി നിന്നു എന്ന് പറയുവാൻ, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏത് പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിന്റെ വചനം നാം കാക്കണം. അതിനെ വിശുദ്ധിയോടെ കാക്കണം. അത് ഉള്ളിൽ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവകൃപയിൽ നിൽക്കുവാനുള്ള കൃപ. സ്തോത്രം. കഷ്ടതയുടെ ശോധനയുടെ നടുവിൽ കർത്താവിന്റെ വചനം കാത്തു എന്നുള്ള അല്ലെങ്കിൽ ആ സാക്ഷ്യം കേൾക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സമയം തന്ന ആമേൻ ദൈവദാസിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഇതാ ഇതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ 22-ാം തീയതി ഡിസംബർ 2025 ഡിസംബർ 22-ാം തീയതി പരിശുദ്ധാത്മാ പറയുന്നു, ഇതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആ വാതിൽ അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. ദാവീദിന്റെ താക്കോൽ തോളിലിരിക്കുന്നവൻ അരുളി ചെയ്യുന്നു, നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് നിറയപ്പെടാം. ദൈവം നമ്മെ ഈ വർഷത്തിൽ അനുഗ്രഹിക്കട്ടെ. പുതുവർഷത്തിൽ പുതുകൃപയോടെ നാം ചെല്ലുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ലൈനിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.